അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. സ്വഹാബത്തും ഖുർആനും എന്ന എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മഹാനവറുകൾ അൻസ്വാരികളിൽപ്പെട്ടയാളാണ്. ബനു നജ്ജാറിൽപ്പെട്ട ഖസറജി ഗോത്രത്തിൽപ്പെട്ടയാളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീണ്ട 10 വർഷത്തെ ഖാദിമു കൂടെയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരിൽപ്പെട്ടയാൾ കൂടെയാണ് ഉമ്മു സുലൈം ബിൻത്ത് മൽഹാൻ എന്നാണ് അവിടുത്തെ ഉമ്മയുടെ പേര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, 10 വയസ്സാണെന്നുള്ളത്. അവിടുത്തെ ഉമ്മു സുലൈം ബീവി അനസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയെ ഹാദാ അനസുൻ ഗുലാമുൻ യഖ്ദിമുക. നബിയെ, ഇതെൻ്റെ മകൻ അനസാണ്, ചെറിയ കുട്ടിയാണ്, അങ്ങേക്ക് ഖിദ്മത്ത് എടുത്ത് തരാൻ പറ്റും എന്നവിടുന്ന് പറയുന്നുണ്ട്. അന്ന് മുതൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ്. അന്ന് തന്നെ ഉമ്മു സുലൈം ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്തു തരണം. ആ സമയത്ത് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈതഹു. അല്ലാഹുവേ, ഈ കുട്ടിയുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ നീ വലിയ അഭിവൃദ്ധി നൽകണമേ, അതുപോലെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പിന്നീട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ദുആ ചെയ്തത് കാരണം എത്രയാണ് എനിക്ക് മക്കളുണ്ടായത്, എത്രയാണ് എനിക്ക് സമ്പത്തുണ്ടായത്. എൻ്റെ മക്കളിൽ നിന്നും മക്കളുടെ മക്കളിൽ നിന്നുമായിട്ട് ഞാൻ എൻ്റെ ജീവിതകാലത്ത് 125ഓളം ആളുകളെ മറമാടിയിട്ടുണ്ട്. അത്രത്തോളം മക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. സമ്പത്താണെങ്കിൽ എല്ലാവർക്കും വർഷത്തിൽ 1 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടം, എനിക്ക് വർഷത്തിൽ 2 പ്രാവശ്യമായിരുന്നു തോട്ടത്തിൽ വിളവെടുക്കാൻ സാധിച്ചിരുന്നത് എന്നവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമ്പത്തും എനിക്ക് ആ ദുആയുടെ ഫലം കാരണം ലഭിച്ചിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണുന്നുണ്ട്. എന്താണത്? ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ മത്തസ്സാഅ, എപ്പോഴാ ഖിയാമത്ത് നാൾ ഉണ്ടാവുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ ആ അഅറാബി പറഞ്ഞു, അള്ളാഹുവിനെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയായിരിക്കും നാളെ ആഖിറത്തിൽ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ഹദീസ് കണ്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അൻത മഅമൻ അഹ്ബബ്ത എന്ന വാക്കിനേക്കാൾ സന്തോഷമുള്ള മറ്റൊന്നും എനിക്കുണ്ടായിട്ടില്ല എന്നവിടുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്ക് അള്ളാഹുവിനെയും അവിടുത്തെ റസൂലിനെയും വല്ലാത്ത ഇഷ്ടമാണ്, സിദ്ദീഖ് തങ്ങളെ ഇഷ്ടമാണ്, ഉമർ തങ്ങളെ ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ അവരോട് കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. ഇതായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ മഹാരഥന്മാരെയും ഒക്കെ സ്നേഹിക്കുക, അത് കാരണം സ്വർഗത്തിൽ കടക്കുമെന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെയായിരുന്നു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇത്രയും വലിയ ഭാഗ്യവും മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. അവിടുത്തെ ജീവിതം നാം നോക്കിയാൽ
വിശുദ്ധ ഖുർആനുമായി വല്ലാത്ത ബന്ധമുള്ളയാളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കുടുംബക്കാരെല്ലാവരെയും വിളിച്ചു കൂട്ടും. ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുത്തും. എന്നിട്ട് ഒന്നിച്ചാണ് ദുആ ചെയ്ത് ആ ഖത്മ് അവിടെ പൂർത്തിയാക്കൽ. എന്നിട്ട് അവിടുന്ന് പറയുകയും ചെയ്യും, ഖുർആൻ ഓതിക്കഴിഞ്ഞ് ഇങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉത്തരം കിട്ടുന്ന ദുആയാണ് എന്നവിടെയുള്ള എല്ലാവരെയും മഹാനവറുകൾ പഠിപ്പിക്കുകയും ചെയ്യും. ഈ സംഭവം ഇമാമിയങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ ഖത്മുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.